أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لكن الله يشهد بما أنزل إليك أنزله بعلمه والملائكة يشهدون وكفى بالله شهيدا. إن الذين كفروا وصدوا عن سبيل الله قد ضلوا ضلالا بعيدا. إن الذين كفروا وظلموا لم يكن الله ليغفر لهم ولا ليهديهم طريقا إلا طريق جهنم خالدين فيها أبدا وكان ذلك على الله يسيرا. يا أيها الناس قد جاءكم الرسول بالحق من ربكم فآمنوا خيرا لكم وإن تكفروا فإن لله ما في السماوات والأرض وكان الله عليما حكيما. നമ്മൾ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ഈ തദബ്ബുറുൽ ഖുർആൻ എന്ന് പറയും. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. തദബ്ബുറുൽ ഖുർആൻ എന്ന ഖുർആൻ നന്നായി ചിന്തിച്ച് വിശകലനം ചെയ്ത് എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതായത് വിശുദ്ധ ഖുർആൻ നമ്മൾ എന്ത് ചെയ്യണം, ആലോചിച്ചും ചിന്തിച്ചും നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. അതിന് പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ ഈ വാക്ക്, ഈ തദബ്ബുർ, ചിന്തിക്കുക, പഠിക്കുക, പുനർവിചിന്തനം നടത്തുക എന്നാണ്. ശരിക്കും ആലോചിച്ച് ഗൗരവപൂർവം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിൻ്റെ ലക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഖുർആൻ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ത് ചെയ്യുക, നമുക്ക് മനസ്സിലാകുക. ഒന്നതാണ്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിൽ ഇതിപ്പോൾ ഈ അള്ളാഹു ഉണ്ട്, പരലോകമുണ്ട്, വിചാരണ ഉണ്ട്, ഇതിനൊക്കെയുള്ള നമ്മൾ കാണാത്ത ഇത്തരം ഗൈബിയായ വിശ്വാസങ്ങൾക്കൊക്കെ നമുക്കുള്ള തെളിവ് ഖുർആനാണ്. അപ്പോൾ ഖുർആൻ നമ്മൾ ചിന്തിച്ച് പഠിക്കുമ്പോൾ ഖുർആൻ ദൈവികമാണത്, അള്ളാൻ്റെ തന്നെയാണ്, അള്ളാഹ്ക്ക് തന്നെ ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ എന്ന് ഖുർആൻ വായിച്ചു പോകുമ്പോൾ എവിടെയെല്ലാം നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അവിടെയെല്ലാം നമ്മുടെ ബോധ്യം, നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ എന്ത് ചെയ്യും, ശക്തിപ്പെടുകയും വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ നിരന്തരമായ വിശുദ്ധ ഖുർആൻ്റെ പഠനങ്ങളാണ് നമുക്ക് പ്രയോജനം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുത്തരം കിട്ടാത്ത ധാരാളം സംശയങ്ങളും ആശയങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് എന്ത് ചെയ്യും, വ്യക്തത തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു വെളിച്ചം ഖുർആനിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം, ചിന്ത, ആലോചന, ഇതിനെ ഖുർആൻ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ ഖുർആൻ നമ്മൾ വായിച്ചു പോകുമ്പോൾ അതിൻ്റെ ചില പദപ്രയോഗങ്ങൾ, ചില ആശയങ്ങൾ, അതൊക്കെ നമ്മളെ എന്ത് ചെയ്യും, വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ആശയങ്ങളാണ്. അങ്ങനത്തെ ഒരു സംഗതി നമ്മൾ ഇന്ന് ഈ 166 ആയത്തിലും പറയുന്നുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിനെ ഇറക്കിയപ്പോൾ അല്ലാഹ് പറയുന്നത് അൻസലഹു ബിഇൽമിഹി എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു അവൻ്റെ അറിവോടുകൂടെ ഇറക്കിയത്. ഇപ്പം എന്താണ് അല്ലാഹു അവൻ്റെ അറിവോടുകൂടെയാണ് ഖുർആനിനെ ഇറക്കിയത് എന്നാണ്. ആ ഒരൊറ്റ പ്രയോഗത്തിൽ എന്തെല്ലാം ആശയങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞാലും അതൊന്നും വൈരുദ്ധ്യമില്ല, ഒരൊറ്റ വാക്കിലാണ്. അപ്പം അള്ളാഹുവിൻ്റെ അറിവോടുകൂടെ ഖുർആൻ ഇറക്കി എന്ന് പറയുമ്പോൾ ഒരാശയം എന്താ അറിയോ, അള്ളാഹുവിൻ്റെ അറിവിൽ നിന്നാണ് ഖുർആൻ ഇറങ്ങിയത്. അങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ അത് എത്ര വിശാലമാണ്, എത്ര മഹത്വരമാണ്.
അപ്പൊ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ഖുർആൻ വരുന്നു. അപ്പൊ എത്രമാത്രം വൈജ്ഞാനികവും അത്ഭുതകരവുമായിരിക്കും ഖുർആൻ അള്ളാന്റെ വിജ്ഞാനത്തിൽ നിന്ന് വരിക. മറ്റൊന്നെന്താന്ന് വിചാരിച്ചാൽ, ആർക്കാണോ വിശുദ്ധ ഖുർആൻ ഇറക്കുന്നത് ആ ആളുകളെക്കുറിച്ചും അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ചും അവരുടെ അവസ്ഥകളെക്കുറിച്ചും മനസ്സും സാഹചര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത്. അവിടെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഖുർആനിലുണ്ട്, അവിടെ നോക്കിയാൽ മതി. കാരണം നമ്മളെ മനസ്സിലാക്കിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്. പിന്നെ അള്ളാഹുവിൻ്റെ സാക്ഷ്യപ്രകാരം, അള്ളാഹു അറിഞ്ഞുകൊണ്ട് അവൻ്റെ സമ്മതപ്രകാരം അവൻ സാക്ഷ്യപ്പെടുത്തി അവൻ അറിഞ്ഞിട്ടാണ് ഖുർആൻ ഇറങ്ങിയാൽ അതിലുള്ളതെല്ലാം നമുക്ക് വിശ്വസിക്കാനും 100% ബോധ്യപ്പെടാനും പറ്റും. അതിൽ മറ്റൊന്നുമില്ല, വേറൊന്നും കടന്നുകൂടിയിട്ടില്ല. അള്ളാഹ് അംഗീകരിച്ച് സാക്ഷ്യപ്പെടുത്തിയ അറിവുകൾ മാത്രമേ ആ വിശുദ്ധ ഖുർആനിലുള്ളൂ. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ തീരാത്ത അത്രമാത്രം ആശയങ്ങൾ വരാൻ ഒരൊറ്റ പദപ്രയോഗം കൊണ്ട് സാധ്യമാകുന്നു. അപ്പം ഇതൊക്കെ വിശുദ്ധ ഖുർആൻ ചിന്തിച്ചാലോചിച്ച് പഠിക്കുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്ന പ്രയോഗങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളാണ് നമുക്ക് ഇതൊക്കെ ഉള്ളതെന്നാണ്. അതുകൊണ്ട് ഏതൊരാൾക്കും പകൽ വെളിച്ചം പോലെ ബോധ്യപ്പെടും. ഇതിപ്പോൾ അള്ളാൻ്റെതാണെന്നില്ല, എന്താ തെളിവ്, പടച്ചോൻ അങ്ങനെ ഇറക്കിയില്ല എന്താണ് എന്നൊന്നും ഒരാൾക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം അന്നത്തെ സംശയങ്ങളില്ലാത്ത വിധം വളരെ വ്യക്തതയോടുകൂടെ വിശുദ്ധ ഖുർആൻ എന്തായിട്ടുണ്ട് അള്ളാഹു ഇറക്കി. അപ്പം അത് വായിച്ചു നോക്കണ ആൾക്ക് മനസ്സിലാകും ഇത് അള്ളാഹുവിൻ്റെ. എന്നിട്ടും അത് സ്വീകരിക്കാത്ത ആളുകൾക്ക് എന്താണ് അള്ളാഹു കഠിനമായ ശിക്ഷയും നരകവും ഒക്കെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ വായിച്ചു പോകുമ്പോൾ പറയലായിക്കാരൻ കുറച്ചും കൂടി നല്ലത്. നോക്കും, ലാക്കിനില്ലാഹു യഷ്ഹദു ബിമാ അൻസല ഇലൈക, 166-ാമത്തെ ആയത്ത്. ലാക്കിനില്ലാഹു, ലാക്കിൻ എന്നാൽ തന്നെ, എന്നാൽ അള്ളാഹു യഷ്ഹദു ബിമാ അൻസല ഇലൈക, നിനക്ക് ഇറക്കി തന്നതിനെപ്പറ്റി അവൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെതാണ് ഈ ഗ്രന്ഥം, അള്ളയാണ് ഈ പറയണത് എന്നാണ്. ഈ പടച്ചോനേക്കാളും വലിയൊരു സാക്ഷ്യം നമുക്ക് എന്തില്ല, ഒരു കാര്യത്തിലും ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, അള്ളാഹു ഉണ്ട് എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഈ ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനെയൊക്കെ നിഷേധിക്കുന്ന ഒരാൾ, അപ്പം അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു ദൈവമുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, അതിനിപ്പോൾ നിങ്ങൾ വാദിക്കും തർക്കിക്കൊന്നും വേണ്ട, ദൈവമുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ ദൈവമുണ്ട് അള്ളണ്ട് എന്ന് നമുക്ക് അറിഞ്ഞാൽ പിന്നെ നമുക്ക് ബാധ്യത ആയില്ലേ, പടച്ചോണ്ട്. അപ്പോൾ പടച്ചോൻ എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്, എന്താണ് പടച്ചോൻ നമ്മളോട് പറഞ്ഞത്, എന്താണ് നമ്മൾ പടച്ചോന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്, ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. ഇപ്പം ഇസ്ലാം ശരിയല്ല എന്നും പറയാം, പടച്ചോണ്ട് എന്നും പറയാം, രണ്ടും പാടെ നടക്കൂല. മനസ്സിലായി? അപ്പം അള്ളാഹു ഉണ്ടെങ്കിൽ ആ അള്ളാഹ് ഞാൻ ഇറക്കി എൻ്റെ അടുക്കുന്നാണെന്ന് പറഞ്ഞ് അള്ളാഹു നമുക്ക് പ്രവാചകന്റെ ഗ്രന്ഥം തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്ന സത്യത്തെക്കാളും വലിയൊരു സത്യമല്ല. അതുകൊണ്ട് അള്ളാഹിൻ്റെ സാക്ഷ്യം തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അൻസലഹു, അതിനെ അവൻ ഇറക്കി, ബി ഇൽമിഹി. കണ്ടോ, ബി ഇൽമിഹി, ഇൽമു എന്ന് പറഞ്ഞാൽ അറിവ്, ബി ഇൽമിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ അറിവോടുകൂടെ അവൻ അതിനെ ഇറക്കിയിരിക്കുന്നു എന്നാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ അറിവോടുകൂടെ അള്ളാഹു ഖുർആൻ ഇറക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം അർത്ഥങ്ങളുണ്ട്. അൻസലഹു മുഷ്തമിലൻ അലാ ഇൽമിഹി, ഖുർആനിലുള്ളത് മുഴുവനും അള്ളാന്റെ അറിവാണെന്ന്. അള്ളാഹുവിൻ്റെ വിജ്ഞാനത്തിൽ നിന്ന് വന്നതാണ് വിശുദ്ധ ഖുർആനിലെ സർവ്വ വിജ്ഞാനങ്ങളും. അതായത് മിനൽ ഉലൂമിൽ ഇലാഹിയ വൽ അഹ്കാമി ശറഇയ്യ വൽ അഖ്ബാർ ഗൈബിയ, അദൃശ്യമായ വർത്തമാനങ്ങൾ, മതപരമായ നിയമങ്ങൾ, ദൈവികമായ വിജ്ഞാനങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്. മറ്റൊന്ന് അൻസലഹു സ്വാദിറൻ അൻ ഇൽമിഹി, എന്താണ്? അത് അള്ളാഹു അറിഞ്ഞുകൊണ്ടിറങ്ങിയതാണ്. അള്ളാഹ് അറിയാതെ, അള്ളാഹ് സാക്ഷ്യപ്പെടുത്താതെ, അള്ളാഹുവിൻ്റെ അംഗീകാരമില്ലാതെ ആ ഖുർആനിൽ യാതൊരു കാര്യവും ഇറങ്ങിയിട്ടില്ല എന്നാണ്. പിന്നെ വയഅലമു ഹാലത്തല്ലദീ അൻസലഹു അലൈഹി, ഇത് ഇറക്കിക്കൊടുത്ത റസൂലുള്ളാഹിക്ക് ഈ ഖുർആൻ ഇറങ്ങിയപ്പോൾ എന്തൊക്കെയാ സംഭവിക്കുക എന്നുള്ളതും അള്ളാഹ്ക്ക് അറിയും.
ആരൊക്കെ വിശ്വസിക്കും, ആരൊക്കെ നിഷേധിക്കും, എന്തൊക്കെ ആരോപണങ്ങൾ പറയും, എന്തൊക്കെ ആക്ഷേപങ്ങൾ പറയും, ഇതൊക്കെ അള്ളാഹുവിന് എന്ത് ചെയ്യും, അറിയും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്നാണ്. പിന്നെ വൽ മലായികത്തു യശ്ഹദൂൻ, മലക്കുകൾ അതിന് സാക്ഷ്യം വഹിക്കുന്നു. മലക്കുകൾ അള്ളാഹു ഇറക്കുന്നതാണ്, ഇത് അള്ളാഹിൻ്റെ ഗ്രന്ഥമാണ് എന്നതിന് മലായിക്കത്തുകളും എന്താണ്, സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. പിന്നെ ഈ അള്ളാഹുവും മലക്കുകളും സാക്ഷ്യം വഹിക്കുന്ന ഒരു കാര്യത്തിന് പിന്നെ ഒരു സാക്ഷി ആവശ്യമില്ല. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹക്കീം. സാക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹ്, അതേപോലെ തന്നെ മലായിക്കത്തുകൾ, ഉലുൽ ഇൽമ്, അതൊരു വലിയ തെളിവാണ്, പണ്ഡിതന്മാർ എന്നുള്ളത്. ഇത് സത്യമാണെന്നതിന് എങ്ങനെ പണ്ഡിതന്മാർ സാക്ഷിയാവുന്നത്? നോക്ക് നിങ്ങൾ, ലോകത്തുള്ള വളരെ അവഗാഹമുള്ള സത്യസന്ധരായ നിസ്വാർത്ഥരായ ഒട്ടനവധി ഉലമാക്കന്മാരെന്ത് ചെയ്യാണ്, ഈ വിശുദ്ധ ഖുർആന്റെ മഹത്വവും അതിൻ്റെ വ്യാഖ്യാനവും അത് അള്ളാഹിൻ്റെ അടുക്കൽ നിന്നാണെന്ന് അവർ പഠിച്ച് മനസ്സിലാക്കി നമ്മളോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇവരൊക്കെ അത് അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് അല്ലാന്ന് അറിഞ്ഞങ്ങാട്ട് തന്നെ നമ്മളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ക്ലാസ് എടുത്തു തരാമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പം അതന്നെ ഏറ്റവും വലിയ തെളിവല്ലേ? ഇത്രയും അവഗാഹവും ബോധ്യവുമുള്ള മഹാപണ്ഡിതന്മാരെന്ത് ചെയ്യാണ്, ഖുർആൻ നിർത്തിവെച്ചിട്ട് ഇതൊക്കെ അള്ള പറഞ്ഞു തരുന്നത് തന്നെയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അവർക്ക് അത്ര ബോധ്യല്ലേ? അതും അവർക്ക് അള്ളാൻ്റെതല്ലാന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെ കബളിപ്പിക്കുകയാണെന്ന് ആരെങ്കിലും പറയോ? അത്ര നിസ്വാർത്ഥരും അത്രമാത്രം വിശ്വസ്തരും ജീവിതത്തിൽ അതീവ സൂക്ഷ്മത പാലിക്കുന്നവരുമായ പണ്ഡിതന്മാരാണ്. അപ്പം ഈ പണ്ഡിതന്മാർ സാക്ഷ്യം വഹിക്കുന്നു, മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു. ഇവരൊക്കെ സാക്ഷ്യം ആവശ്യമുണ്ടോ? വകഫാ ബില്ലാഹി ഷഹീദാ, സാക്ഷിയായി അള്ളാഹു തന്നെ മതി എന്നാണ്. പടച്ചോൻ പറഞ്ഞാൽ മതി എന്നാണ്, വേറെ ആരും പറയേണ്ട കാര്യമില്ല എന്നാണ്. അതായത് അള്ളാഹുവിൻ്റെ പേരിൽ ഈ ഇസ്ലാമിൽ എന്തൊക്കെ നിയമങ്ങളുണ്ട്, ഇതൊക്കെ ഇല്ലാതെ ഒരാൾ പറയുകയാണെങ്കിൽ എത്ര കളവ് പറയണം? അള്ളാൻ്റെതല്ലാതെ അള്ളാൻ്റെതാന്ന് പറയുകയാണെങ്കിൽ ഈ ഇസ്ലാമിൽ പറഞ്ഞ മുഴുവൻ കാര്യവും എന്താണ്? കളവ്. അങ്ങനെ ഒരു കളവ് പറഞ്ഞാൽ, അള്ളാൻ്റെ പേരിൽ ഒരൊറ്റ കളവ് പറഞ്ഞാൽ എന്താണ്? ലഅഖദ്നാഹു ബിൽയമീൻ, ഞാൻ വലത്തെ കൈകൊണ്ട് അവനെ പിടിക്കും. സുമ്മല ഖതഅനാ മിൻഹുൽ വതീൻ, അവൻ്റെ ജീവനാടി ഞാൻ മുറിച്ചു കളയുന്നു. അള്ളാൻ്റെ റസൂല് എപ്പോഴെങ്കിലും ബോധപൂർവം അള്ള പറയാത്ത ഒന്ന് അള്ളാൻ്റെ പേര് പറയുകയാണെങ്കിൽ എന്തു ചെയ്യും? അപ്പം പ്രവാചകൻ പെടഞ്ഞ് മരിക്കുന്നതാണ്. അത്ര ഉറപ്പിലാണ് അള്ളാഹു നമുക്ക് എന്ത് ചെയ്യണത്? ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇന്നല്ലദീന കഫറൂ വസദ്ദൂ അൻ സബീലില്ലാഹി ഖദ് ളല്ലൂ ളലാലം ബഈദാ. ഇന്നല്ലദീന കഫറൂ, എന്നാൽ സത്യനിഷേധികളായ ആളുകൾ, വസദ്ദു അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്യാം. സ്വയം നിഷേധിയാവുകയും അതോടൊപ്പം മറ്റുള്ളവരെ നിഷേധികളാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. അത് മനുഷ്യൻ്റെ ഒരു മനഃശാസ്ത്രമാണ്. നമ്മളൊന്ന് കുടുങ്ങിപ്പോയാൽ വേറൊരുത്തനെയും കൂടി കൊടുക്കുക എന്നുള്ളതുണ്ടല്ലോ, അതൊരു മനുഷ്യൻ്റെ ഒരു മനഃശാസ്ത്രം. ഇപ്പോൾ ഇസ്ലാമിനെ പറ്റി എന്തോ ഒരു നല്ല അഭിപ്രായം ഏതോ ഒരു അമുസ്ലിമായ ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു. അപ്പം അയാൾക്ക് ഒരു പിന്നെ ദൈവനിഷേധിയായ ഒരു ആളുണ്ടല്ലോ, ഈ ആരിഫ് ഹുസൈൻ. അപ്പം ആ ചങ്ങായി എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾക്ക് വിളിക്കുന്നുണ്ട്, ഞങ്ങളിതൊക്കെ ഇങ്ങനെ കൊളാക്കാൻ നടക്കുക, നിങ്ങളിത് എപ്പോഴെങ്കിലും ഓരോ കമൻ്റ് ഇട്ടുകാണിത് നേരാക്കാൻ നടക്കണ എന്നാണ് എന്ത് ചെയ്യണത് ഓൻ ചോദിക്കണ. ഓൻ്റെ ഫോണിൻ്റെ സന്ദേശം ഫോൺ. അപ്പം ഈ സാധു പറയുന്നുണ്ട്, എന്താ പറയുക, ഇതൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ച്, ഇവൻ ഇത്ര ഇടങ്ങേറായി നമ്മളെ പിന്നാലെ കൂടണ എന്തിനാ? ഇസ്ലാമിൻ്റെ പിന്നാലെ കൂടണ എന്തിനാ? ഇപ്പം മുസ്ലിമൊന്നല്ല. അപ്പം ഞാൻ അയാളുടെ തിരിച്ചു വെച്ചു, ശരി, നിങ്ങൾ ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീടുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അസുഖമുള്ള ഒരാളെ സഹായിക്കുക, ഇങ്ങനത്തെ വല്ല പരിപാടി നിങ്ങളെ ഈ എക്സ് മുസ്ലിങ്ങൾക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടോ ചോദിച്ചു. അപ്പം ആ ചോദിച്ചപ്പോൾ അയാൾക്ക് മറുപടി ഇല്ല. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. പിന്നെ എന്താ മനുഷ്യനൊരു ഗുണമില്ലാതെ നിങ്ങൾ എന്തിനാ ഇപ്പം ഇതൊക്കെ കൊണ്ടിടക്കണത് എന്ന് ഒരു ചോദ്യമുണ്ട്.
ഞാൻ പറഞ്ഞത് ഈ ദീന് കൊണ്ട് എന്തെല്ലാം ഉപകാരം ആളുകൾക്കുണ്ട്, എന്തെല്ലാം ഉപകാരമുണ്ട്. ഇപ്പോൾ ഈ ബലി പെരുന്നാൾ വരികയാണ്, നമ്മളെല്ലാവരും ബലി ഇറക്കും, എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം കിട്ടില്ലേ. ഇനിയിപ്പോൾ ഒരു ദൈവമല്ല പടച്ചമല്ല ഒന്നുമില്ല വിശ്വസിക്കാത്ത ആളാണെങ്കിൽ അയാൾക്ക് എന്ത് വിചാരിക്കുക, കുറേ സാധുക്കൾ പട്ടിണി മാറി പോകണ്ടല്ലോ, ഇപ്പോൾ ഇക്കോട്ടെ എന്ന് വിചാരിച്ചൂടെ? അപ്പം അത് എന്തിനാ ഇവർ പ്രബോധനത്തില്ല. ഇവരങ്ങനെ ആയതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ആയാലേ ഇവർക്ക് സമാധാനമുള്ളൂ. അതിനെ ഓരോ ദൈവത്തെ നടത്തണത്. ഇവർ ദാവത്ത് നടത്തുന്നതിൻ്റെ അടിസ്ഥാനം എന്താ വെച്ചാൽ, നമ്മൾ ഏതായാലും പഴച്ചു പോയി, അപ്പോൾ അയക്ക് 4 ആൾ വന്നാൽ നമ്മളത് കുഴപ്പമില്ല എന്നാവുമല്ലോ. അപ്പം അതിനു വേണ്ടി 10 ആളെ അയക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ പരിപാടി. ഇവിടെ പറഞ്ഞത് ഇന്നല്ലതിനെ കഫറു, നിഷേധികളായ ആളുകൾ, വസദ്ദു അൻ സബീലില്ല, പിന്നെ ഓരോ പണി എന്താണ്, അള്ളാഹുവിൻ്റെ മാർഗത്ത് നിന്ന് ആളുകളെ തടയുക. ഇത് രണ്ടും പാടുണ്ടെങ്കിൽ കദുല്ലു ലലാലം ബഈദ, അവരങ്ങേയറ്റം എന്തായിരിക്കുന്നു, പഴച്ചിരിക്കുന്നു എന്നാ പറയണത്. അള്ളാഹുവും മലക്കുകളും സർവ പണ്ഡിതന്മാരും സാക്ഷ്യം വഹിക്കുന്ന ഈ ഒരു സത്യം സത്യമല്ലെന്ന് വിളിച്ചു പറയുകയും അതിന് ആളുകളെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നവനേക്കാളും വഴിപിഴച്ച ആളുകൾ മറ്റാരുമില്ല എന്നാണ്. മനസ്സിലായില്ലേ? അതാണ്. പിന്നെന്താ പറയണത്, ഇന്നല്ലദീന കഫറൂ വളലമൂ ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും വലാ ലിയഹ്ദിയഹും ത്വരീഖാ. വലിയൊരു കാര്യമാണ് അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്തിപ്പോൾ പടച്ചോൻ കുറേ ആൾക്കാരെ നരകത്തേക്ക് പറഞ്ഞയച്ചത്? നരകം എന്ന് പറഞ്ഞാൽ എത്ര ഭയാനകവും എത്രയും ഭീകരമായ കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മളിപ്പോൾ ഒരു രസകരമായൊരു സംഭവം ഉണ്ടായി. നമ്മൾ ഒരു സ്ത്രീ എന്ത് ചെയ്തു വെച്ചാൽ കാറിൽ കരിഞ്ഞു മരിച്ച്, നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു കാറിലൊരു സ്ത്രീ കരിഞ്ഞു മരിച്ച്. അപ്പോൾ അത് മരിച്ച ഉടനെ അതിനെ പറ്റിയുള്ള പോസ്റ്റുകൾ വന്നു. എന്താ, ദൈവം എന്തൊരു ക്രൂരതയാണ് കാണിച്ചതെന്ന്, ദൈവം എന്തൊരു ക്രൂരതയാണ് കാണിച്ചത്. കാരണം ഇവർ എത്രയോ കാലം പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ പ്രേമിച്ചിട്ട് അവസാനം ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ആൾക്കാർ അത് കഴിഞ്ഞ് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിട്ട് 6 മാസം ഗർഭമായത്. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ അവരെ കരിച്ചു കളഞ്ഞ ദൈവം എന്തൊരു ക്രൂരനാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് വെച്ച്. അവസാനം ഇപ്പം അന്വേഷിച്ച് വന്നപ്പോൾ ഇവിടെ കന്നാസ് കൊണ്ടുപോയി പെട്രോൾ വാങ്ങി കൊടുന്ന് അത് കാറിലൊഴിച്ച് ഓളാണ് തീ കൊടുത്താണ്. പറയാനുള്ളതൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവസാനം വന്നത് എന്താണ്? അപ്പൊ സത്യം പറയുകയാണെങ്കിൽ എന്താന്ന് വിചാരിച്ചാൽ, അള്ളാഹുവിൻ്റെ അനീതിയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ കരുണയില്ലായ്മയെക്കുറിച്ചും ഒക്കെ ഈ പറയുന്ന ആളുകൾ എന്തൊരു നിഗമനത്തിൻ്റെ, എന്തൊരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയണത്? എന്തുകൊണ്ടാണ് ആളുകൾ നരകത്തിൽ പോണതെന്ന് അള്ളാഹ് പറയുന്നത്? അള്ളാഹ് ആരോടും അക്രമം ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് നരകത്തിൽ പോകണമെന്ന് വെച്ചാൽ, ഈ സ്വർഗത്തിലേക്ക് മനുഷ്യൻ്റെ സത്യത്തിലേക്കും സന്മാർഗത്തിലേക്കുമുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളെ, ആ താല്പര്യത്തെ എന്ത് ചെയ്യുന്നവർ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷെ അപ്പം എന്ത് ചെയ്യും, അതിനെ അവൻ തൽക്കാലം അവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഊതിക്കെടുത്തും തടസ്സപ്പെടുത്തും. അപ്പം തടസ്സപ്പെടുത്തിയാൽ എന്തറിയോ, അത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ പിന്നെ അവന് ഹിദായത്ത് കിട്ടാനുള്ള വഴി തന്നെ അടയുന്നതാണ്. ആ ഹിദായത്ത് കിട്ടാനുള്ള വഴി അടഞ്ഞു കഴിഞ്ഞാൽ പിന്നോ നരകത്തേക്കാണ്. നരകത്തേക്ക് പോകണമെങ്കിൽ എന്ത് വേണമെന്നറിയോ, സത്യം സ്വീകരിക്കാനുള്ള നമ്മുടെ മനസ്സുകളെ നമ്മൾ എന്ത് ചെയ്യണം, അടക്കണം. നന്മയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന കുറേ പ്രചോദനങ്ങളുണ്ട്. ആ പ്രചോദനങ്ങളെയെല്ലാം പല പല തവണകളിൽ അടച്ചടച്ചടച്ച് പോകുമ്പോഴാണ് അവനെന്താകാൻ ആ സത്യം സ്വീകരിക്കാൻ കഴിയാതെ വരുന്നത്. ഇവിടെ വ്യക്തമായിട്ട് വേണം നോക്കുന്നത്, ഇന്നല്ലതിനെ കഫറു, അവിശ്വാസികളായ ആളുകൾ, വലലമു, അവർ അക്രമം പ്രവർത്തിക്കുകയും ചെയ്തു. അക്രമം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ. അപ്പോൾ ഈ അക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ അവിശ്വാസിയാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ അക്രമമാണ്. അതിൽ ഉൾക്കൊള്ളുന്നതാണ് ഈ അക്രമം. ആ അവിശ്വാസം അനുസരിച്ചു കൊണ്ടുള്ള എന്താണ്, വഹാദുൽമ് ഹുവ സിയാദത്തുൻ അലാ കുഫ്രിഹിം, അവിശ്വാസത്തോടൊപ്പം അവർ വർദ്ധിപ്പിച്ച കാര്യമാകുന്നു എന്ത്, ഈ ലുൽമ് എന്ന് പറഞ്ഞ അക്രമം. ഇവിടെ ലുൽമ് എന്ന് പറഞ്ഞാൽ വൽ മുറാദു ബിൽ ലുൽമി ഹുന അഅ്മാലുൽ കുഫർ. കാഫിറാകുമ്പോൾ അതിനനുസരിച്ച് ചില പ്രവർത്തനങ്ങൾ അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. വിശ്വാസിയാകുമ്പോൾ അതിനനുസരിച്ച് ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന പോലെ തന്നെ. അങ്ങനെ ആ പ്രവർത്തിക്കുമ്പോൾ എന്തായിരിക്കും, ഫഹൗല ഇബഈദൂന മിനൽ മഗ്ഫിറത്തി വൽ ഹിദായ ലിസ്സിറാത്തിൽ മുസ്തഖീം,
അങ്ങനത്തെ തിന്മയിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? പിന്നെ യഥാർത്ഥ വഴിയിലേക്ക് വരാൻ കഴിയാതെയാകും. അപ്പോൾ ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുവാൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല. അള്ളാഹുക്ക് പുറത്തു കൊടുക്കൂല. വലാ ലിയഹ്ദിയഹും ത്വരീഖ, അവർക്ക് അവൻ ഒരു വഴി കാണിച്ചു കൊടുക്കുകയുമില്ല. അപ്പൊ വഴി പിന്നെ നേരാകാൻ അവൻ അവസരം കൊടുക്കൂല. ബോധപൂർവം സത്യത്തിനെ പുറംതിരിഞ്ഞ് അതിനെ അവഗണിച്ച് ജീവിച്ചാൽ പിന്നെ സത്യത്തിലേക്ക് വരുവാനുള്ള സാഹചര്യങ്ങൾ അവനില്ലാതാകും. ഇനി അവൻ എവിടേക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ? നരകത്തിലുള്ള വഴിയിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഈ സിറാത്തുൽ മുസ്തഖീം നേരായ വഴി പറഞ്ഞാൽ സ്വർഗത്തേക്കുള്ള വഴി എന്ന അർത്ഥം. സിറാത്തുൽ മുസ്തഖീം അല്ലാത്ത വഴികളൊക്കെ എവിടേക്കുള്ള വഴിയാണ്? ത്വരീഖ് ജഹന്നമാണ്, നരകത്തേക്കുള്ള വഴിയാണ്. ഒറ്റ ത്വരീഖ് മാത്രമേ സ്വർഗത്തേക്കുള്ളൂ. എന്നാൽ നരകത്തേക്ക് ഇഷ്ടംപോലെ വഴിയുണ്ട്. ഇല്ലാ ത്വരീഖ് ജഹന്നം, നരകത്തിന്റെ വഴിയല്ലാതെ മറ്റൊരു വഴിയും അവനുണ്ടാവൂല എന്നാണ്. വലാലി യഹ്ദിയഹും ത്വരീഖ, അവർക്ക് അള്ളാഹു ഒരു വഴിയും കാട്ടിക്കൊടുക്കുവാൻ അള്ളാഹുവിന് ഉദ്ദേശമല്ല, അള്ളാഹ് കാണിച്ചു കൊടുക്കൂല. ഇല്ലാ ത്വരീഖ ജഹന്നം, എന്താണ്? നരകത്തിന്റെ വഴിയല്ലാതെ. നരകത്തിന്റെ വഴി, പിന്നെ നരകത്തിലേക്ക് മാത്രമേ അവൻ പോവുള്ളൂ. ഖാലിദീന ഫീഹ അബദാ. ഈ ഖാലിദീന ഫീഹ അബദ എന്ന് പറയുമ്പോൾ സാദി തഫ്സീർ പറയലുണ്ട്, ഖാലിദീന ഫീഹ അബദ പറഞ്ഞാൽ ഈ നരകം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ മനുഷ്യനൊരു സെക്കൻഡ് നേരം സഹിക്കാൻ കഴിയാത്ത, ആ സെക്കൻഡ് നേരം സഹിക്കാൻ കഴിയാത്ത നരകത്തിലാണ് കാലാകാലം കടക്കണം എന്ന് പറയുന്നത്. ഈ കാലാകാലം കടക്കണം എന്ന് പറയുമ്പോൾ ശാശ്വതരാണ് പറയുമ്പോൾ അർത്ഥം വെച്ച് പോകാൻ എളുപ്പമാണ്, മനസ്സിലായില്ലേ? ഒരു സെക്കൻഡ് നേരം മനുഷ്യന് കിടക്കാൻ കഴിയാത്ത നരകത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്ത്? ഖാലിദീന ഫീഹ, അതിലവൻ കാലാകാലം താമസിക്കേണ്ടി വരുന്നു. നമ്മൾ ഓതിപ്പോകുമ്പോൾ എപ്പോഴും കാണും ഖാലിദീന ഫീഹ അബദ, എക്കാലത്തും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ആ നരകത്തിന്റെ ഭയാനകത അപ്പോൾ നരകത്തിന്റെ ഭീകരത മനസ്സിലാക്കാൻ അത് ശാശ്വതരാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം, മനസ്സിലേ? സത്യം പറയുകയാണെങ്കിൽ മനുഷ്യൻ അനുഭവിക്കുന്ന എന്ത് ദുരിതങ്ങളിലും അവനുള്ള ആശ്വാസം എന്താ അറിയോ? ആ ദുരിതം കുറച്ച് കഴിഞ്ഞാൽ തീരും എന്നുള്ളതാണ്. ജീവിതം വരെ മരണം കൊണ്ട് തീരുമല്ലോ, എന്തും അവസാനിക്കും. ഒരു വേദന ഉണ്ട്, അത് മാറുമല്ലോ, മനസ്സിലേ? ഒരു കടമുണ്ട്, വീടുമല്ലോ. എന്ത് ദുരിതവും അവസാനിക്കുമെന്നതാണ് മനുഷ്യന്റെ ആശ്വാസം. അവസാനിക്കൂല എന്ന് പറഞ്ഞാലോ? ഇതൊരിക്കലും അവസാനിക്കൂല. അവസാനിക്കൂല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വേദന. എന്ത് പ്രയാസങ്ങൾക്കും എന്ത് ബുദ്ധിമുട്ട്, ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, പ്രയാസം കഴിയുമ്പോൾ എളുപ്പമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പ്രയാസമായി തോന്നൂല. എന്നാൽ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ തീരും എന്നല്ല പറയണത്. ഖാലിദീന ഫീഹ പറഞ്ഞാൽ അയിത്തന്നെ ഇക്കാരം കാലാകാലം എന്ന് പറഞ്ഞാൽ ആ ദുരിതത്തിനൊരവസാനം ജീവിതത്തിൽ ഇല്ല എന്നർത്ഥം. അപ്പോൾ ഖാലിദീന ഫീഹ അബദ, ഖാലിദീന ഫീഹ എന്ന് പറയേണ്ട അബദ എന്ന് പറയുന്നത് എന്നെന്നും അവർ അതിൽ ശാശ്വതരായിരിക്കുന്നു. അതായത് കാഫിർ ഒരു കാരണവശാലും എന്ത് ചെയ്യൂല, സ്വർഗത്തേക്ക് വരുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പം അത്ര നിസ്സാരമായ കാര്യമല്ല എന്നാണ്. വകാന ദാലിക അലല്ലാഹി യസീറാ, അത് അള്ളാഹുവിൻ്റെ മേൽ എളുപ്പമായ കാര്യമാകും. ഇങ്ങനെ ശിക്ഷിക്കുക എന്നുള്ളതൊന്നും അള്ളാഹ്ക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ് എന്നതാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ. അടുത്ത ആയത്ത്, യാ അയ്യുഹന്നാസു ഖദ് ജാഅകുമുർ റസൂലു ബിൽ ഹഖ്ഖി മിർ റബ്ബിക്കും ഫആമിനൂ ഖൈറൻ ലക്കും വഇൻ തക്ഫുറൂ ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് വകാന അല്ലാഹു അലീമൻ ഹകീമ. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, എല്ലാവരോടും മൊത്തം ജനങ്ങളോടാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹു പറയുന്നത്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ. അയ്യഉമുർ തആല ജമീഅ അന്നാസ്, എല്ലാവരും പറയണത് ഖദ് ജാഅകുമുർ റസൂലു ബിൽ ഹഖ്, ഒരു സത്യവുമായി, മിർ റബ്ബിക്കും, റബ്ബിങ്കിൽ നിന്നുള്ള ഒരു സത്യവുമായി, ഒരു യാഥാർത്ഥ്യവുമായി നിങ്ങൾക്ക് റസൂൽ വന്നിട്ടുണ്ട് എന്നാണ്.
അപ്പൊ എന്തുകൊണ്ട് റസൂലിൽ വിശ്വസിക്കണം? നമ്മൾ എന്തുകൊണ്ട് പ്രവാചകനിൽ വിശ്വസിക്കണം? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ, നിങ്ങൾക്കിതാ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു പ്രവാചകൻ ഇവിടെ ഉണ്ട്, ആ പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നാണ്. എന്തുകൊണ്ട്? ഖദ് ജാഅകുമുർ റസൂലു ബിൽ ഹഖ്, ആ പ്രവാചകൻ നിങ്ങൾക്ക് എന്താണ്? യഥാർത്ഥം കൊണ്ട്, ഒരു സത്യം കൊണ്ടവൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കും. ഇപ്പൊ നബി കൊണ്ടുവന്നത് സത്യമാണ് എന്നതുകൊണ്ട് വിശ്വസിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് സത്യമാണ് എന്നതാണ് അത് വിശ്വസിക്കണമെന്ന് പറയാനുള്ള കാരണം. അതിലൊരു കളങ്കമില്ല, അത് അള്ളാഹുവിൻ്റെ ഭാഗത്തും തന്നെ ഉള്ളത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ആ പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന ഈ സത്യത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. സത്യം പറയുകയാണെങ്കിൽ ഇസ്ലാം ഒരു സത്യമാണ്, അല്ലെങ്കിൽ നബി പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ ലക്ഷണങ്ങൾ ആ പ്രവാചകൻ പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും നമുക്ക് ദർശിക്കാൻ പറ്റും. നമ്മൾ എന്ത് വിഷയം എടുത്ത് പരിശോധിച്ചാലും അതിലൊക്കെ എന്തുണ്ടാകും? അതൊക്കെ ഇത് പടച്ചോനെ പറയുള്ളൂ, ഇത് അള്ളാൻ്റെ അടുത്തുനിന്നേ വരുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ചാക്കിൽ അരി എടുത്തു നോക്കിയാൽ, ഏത് ഭാഗം എടുത്തു നോക്കിയാൽ ആ അരി ഒരേ മാരില്ലേ കാരം. സത്യമെന്നത് ഇതിൻ്റെ ഒരു പേരാണ്. ഇസ്ലാം എന്താണ്? ഇസ്ലാം സമം സത്യമാണ്. അതുകൊണ്ട് അതിൻ്റെ വിശ്വാസകാര്യം, അതിൻ്റെ കർമ്മകാര്യങ്ങൾ എന്തെടുത്ത് നോക്കിയാലും എന്ത് ചെയ്യും? ഒരു സത്യമാണ്. ഞാനിപ്പോൾ അടുത്ത് നമ്മുടെ സൂറത്തുൽ മുഅ്മിനീൻ പറയും, വഅലൈഹ വഅലൽ ഫുൽക്കി തുഹ്മലൂൻ, വഅലൈഹ വഅലൽ ഫുൽക്കി തുഹ്മലൂൻ. എന്താ? ആ നാൽക്കാലികളുടെ മൃഗങ്ങളുടെ പുറത്തും അതേപോലെ തന്നെ കപ്പലുകളിലുമാണ് നിങ്ങൾ ഭാരം വഹിപ്പിക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇന്നും ട്രാൻസ്പോർട്ടിങ് നടത്താൻ പറ്റിയ മാർഗം എന്താണ്? ഇന്നും വെള്ളമാണെന്നാണ് പറയുന്നത്, ജലമാണെന്ന്. കടലിലൂടെ കൊണ്ടുപോകണ മാതിരി ആദായത്തിൽ കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ മൃഗങ്ങളെ നമ്മൾ ഉപയോഗിക്കില്ല എന്നല്ലേ ഉള്ളൂ, മനസ്സിലല്ലേ? നമുക്കിപ്പോൾ ഒരു ലോഡ് ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ ഒരു ചെലവില്ലാതെ നടത്താൻ പറ്റിയ സാധനമാണെന്ത്? മൃഗങ്ങൾ. ഒരു കാലത്ത് അങ്ങനെ ഉപയോഗിച്ചു, എത്രയോ ദീർഘദൂരം ഉപയോഗിച്ചിരുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, വിശുദ്ധ ഖുർആനിലും ഹദീസിലും നമ്മൾ എവിടെ നോക്കിയാലും എന്ത് പരിശോധിച്ചാലും അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അള്ളാൻ്റെതാണ്, അള്ള പറഞ്ഞതാണ് എന്നുള്ള ഒരു ലക്ഷണം നമുക്ക് അതിൽ കാണാൻ പറ്റുന്നതാണ്, എന്ത് സംഗതികൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും. ഫആമിനൂ, ആകയാൽ നിങ്ങൾ അതിൽ വിശ്വസിക്കുക, ഖൈറൻ ലക്കും. അതായത് ദുനിയാവിലും ആഖിറത്തിലും മനുഷ്യന് എന്തെങ്കിലും ഒരു ഗുണം വരണം എന്നുണ്ടെങ്കിൽ അത് ദീനോണ്ടേ വരുള്ളൂ. എന്തെങ്കിലും ഒരു ദോഷം മനുഷ്യന് വന്നിട്ടുണ്ടെങ്കിൽ അത് ദീനിനെ അവഗണിച്ചത് കൊണ്ടാണ് ഉണ്ടാവുന്നത്. നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ദീനിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അവഗണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഗുണം, അത് ദീനുകൊണ്ടേ ഗുണം കിട്ടുള്ളൂ. മനുഷ്യനെ ദീന് കൊണ്ട്, ഒന്ന് ദീനനുസരിച്ച് പോണ ആളുകളുടെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയാകും. നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം എപ്പോഴും എന്തായിരിക്കും? കാരണം എന്തെങ്കിലും ഒരു ദീനിന് വിരുദ്ധമായ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനില്ല അറിയും. അപ്പം അത് അവൻ്റെ സേഫ്റ്റിയാണ്, അവൻ്റെ സുരക്ഷിതത്വമാണ്. നമ്മൾ എന്ത് ദീനം, ഇപ്പോൾ ലോൺ എടുക്കുക, അത് ചെയ്യാൻ തെറ്റല്ലേ? ലോൺ എടുക്കൂല, അപ്പോൾ അപ്പോൾ ഒരു കൊടുക്കത്തിൽ പോയി പെടൂല. ഖൈറ് മനുഷ്യന് വരുന്നത് അള്ളാഹുവിൻ്റെ ശരീഅത്ത് അംഗീകരിക്കണോണ്ടാണ്. അതിനെതിരെ ചെയ്താൽ നമ്മളിപ്പോൾ എത്ര വലിയ ആൾക്കാരായിട്ടും കാര്യമില്ല, നമ്മളൊരു ഇടങ്ങേറിൽ എന്ത് ചെയ്യും? നമ്മൾ പോയി പെടും. അതുകൊണ്ട് ഫആമിനു, നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ വിശ്വസിക്കണം. അതെന്താണ്? നിങ്ങൾക്ക് ഏറ്റവും ഖൈറായതാകുന്നു എന്നാണ്. ഖൈറല്ലക്കും, നിങ്ങൾക്കത് ഗുണകരമാണ്. വൈൻ തക്ഫുറു, നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിലോ ഇന്നലില്ലാഹി മാഫിസ് സമാവാതി വൽ അർദ്, ഈ ഭൂമിയിലുള്ള മുഴുവൻ ആൾക്കാരും കാഫിരീങ്ങളായാലും അള്ളാഹ്ക്കൊന്നും വരാനില്ല, ഒന്നും വരാനില്ല. നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രം. ലോകത്തുള്ള മുഴുവൻ പിന്നെ നിങ്ങളുടെ ഇവിടെയുള്ള ജിന്നുകളും മനുഷ്യരും എല്ലാവരും അള്ളാഹിൻ്റെ നിയമങ്ങൾ നിഷേധിച്ചാലും അള്ളാഹ്ക്കൊന്നും വരാനില്ല. ആർക്കാ വരാനുള്ളത്?
നമ്മളെ ഗുണത്തിന് വേണ്ടി വെച്ച ശരീഅത്താകുന്നതുകൊണ്ട് ഞമ്മക്കാണ് അതിൻ്റെ ദോഷം. അള്ളാഹ്ക്കൊന്നും വരൂല. അതുകൊണ്ട് അള്ളാഹ്ക്ക് എന്തേലും മഹത്തുണ്ടാകാൻ വേണ്ടി ഇങ്ങോട്ട് ആരും നിസ്കരിക്കേണ്ട കാര്യമില്ല. അവനാന് ഗുണമുണ്ടാവണമെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നർത്ഥം. മനസ്സിലേ? ഇതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാച്ചാൽ, നമ്മളിപ്പോൾ നന്നായി പള്ളിയിൽ പോയി നിസ്കാരം പരിപാടിയൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ നമുക്ക് വല്ല അസുഖം വന്ന് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റണില്ല ചോദിച്ചാൽ, നിങ്ങൾ നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റണില്ല, ഓതാൻ പറ്റണില്ല, അങ്ങനെ നമ്മൾ കിടക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ നിസ്കാരം കൊണ്ട് ഓത്തുകൊണ്ടൊക്കെ നമുക്ക് കിട്ടിയുന്ന മാനസിക സുഖവും സമാധാനമൊക്കെ അപ്പോഴേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഈ നിസ്കാരം നോമ്പ് കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അസുഖമായി സ്ട്രോക്ക് വന്ന് ഇതൊന്നും ചെയ്യാതെ ആയിക്കഴിഞ്ഞാൽ അത് മതി അയാൾക്ക് പിരാന്താകാൻ. മനസ്സിലല്ലേ? അത് മതി അയാൾക്ക് മാനസികം വരാൻ, അത് മതി. കാരണം ഇതിൻ്റെയൊക്കെ ഗുണം നമുക്ക് എന്ത് ചെയ്യൂല, ഇത് കൊണ്ടടക്കുമ്പോൾ മനസ്സിലാവില്ല. അത്ര വലിയ ഗുണമാണ് ഇതുകൊണ്ട് മനുഷ്യന് ലഭിക്കുന്നത് എന്നാണ്. അപ്പൊ ആമിനു ഖൈറല്ലക്കും, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമാണ്. വ ഇൻ തക്ഫുറു, നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഫ ഇന്ന ലില്ലാഹി മാ ഫിസ്സമാ, പടച്ചോനൊന്നും വരല്ല, അല്ലാഹല്ലേ ആകാശഭൂമികളൊക്കെ. ആകാശഭൂമികളെല്ലാം അള്ളാഹുവിനുള്ളതാകുന്നു. വകാന അല്ലാഹു അലീമൻ ഹകീമ, അള്ളാഹു എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമാകുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമാണ്. അള്ളാഹ് അത്രയും അറിവും വിജ്ഞാനവും ഉള്ള അള്ളാഹുവാണ് പറയണത്. അതുകൊണ്ട് ഇതിഞ്ഞ് നമ്മൾ പരിശോധിക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇത് അള്ളാഹ് പറഞ്ഞ മാതിരി തന്നെയാണ് സ്വീകരിച്ച് മുന്നോട്ട് പോകലാണ് നമുക്ക് നല്ലത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം.